5-6 കൊല്ലം മുമ്പത്തെ സംഭവമാണ്. പക്ഷെ എന്നാലും നമ്മൾ നീണ്ട യാത്രയ്ക്ക് ശേഷം ജിദ്ദയിലെത്തുന്നു. ജിദ്ദയിൽ നിന്ന് പിന്നെയും നമ്മൾ മക്കയിലേക്ക് ബസ്സിൽ വരുന്നു. അവിടുന്ന് നമ്മൾ എന്നിട്ട് ലാസ്റ്റ് ഉമ്മനെ കൈ പിടിച്ച് നടക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഗേറ്റ് എത്തുന്ന വരെ നമ്മളിങ്ങനെ മനസ്സിൽ മൊത്തം നമ്മൾ ഇത്രയും കാലം യൂട്യൂബിലും മറ്റും കണ്ടിട്ടുള്ള ഫോട്ടോകളിൽ കണ്ടിട്ടുള്ള ആ ഒരു കഅബയുടെ ഒരു ചിത്രം നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ എങ്ങനെ ആയിരിക്കും, ഞാൻ കണ്ട പോലെയൊക്കെ തന്നെ ആണോ, ഭയങ്കര എക്സൈറ്റ്മെന്റ്, മൈൻഡ് മൊത്തം എക്സൈറ്റ്മെന്റ്. അങ്ങനെ 1-ാം ഗേറ്റിന്റെ അടുത്ത് നമ്മളിങ്ങനെ നോക്കിയിട്ട് നമ്മളെ മുമ്പിൽ കഅബനെ കാണുമ്പോൾ നമ്മൾ സ്റ്റക്കാണ്. ഒരു ഉള്ളിൽ കൂടി എന്തൊക്കെ ഒരു സന്തോഷവും ഇത്രയും കാലം പറയാൻ കഴിയില്ല, എങ്ങനെ അവതരിപ്പിക്കാന്നാവില്ല. നമ്മൾ ഇത്രയും കാലം കാണാൻ കൊതിച്ച ഒരു സാധനത്തെ നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ, പക്ഷെ ആ ഒരു വാല്യൂയോട് കൂടി നമ്മൾ കാണുമ്പോഴാണ് അവിടെ നമുക്ക് ആ ഒരു ഇന്നർ പീസ് കിട്ടുന്നത്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഇപ്പൊ നമ്മൾ തുടങ്ങാണ്. ഇപ്പൊ നമ്മളെ ടോപ്പിക് എന്ന് പറഞ്ഞാല് ഇസ്ലാം ആസ് ആൻ എക്സ്പീരിയൻസ്. എങ്ങനെയാണ് ഇസ്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ള. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ഖുർആനുണ്ട്. ആ ഖുർആൻ എന്നുള്ളത് നമുക്കൊക്കെ ഒരു വിചാരേണ്ടത് ഓതാൻ മാത്രം, അല്ലെങ്കിൽ നിയമങ്ങൾ മാത്രമാണ്. പക്ഷെ അങ്ങനെയല്ല. ഒരു ടെക്സ്റ്റുവാലിറ്റി. അതെ, ടെക്സ്റ്റലിനൊക്കെ അപ്പുറം അതിനൊരു മാസ്മരികത ഉണ്ട്. കാരണം നമ്മൾക്കറിയാം ബിലാൽ തങ്ങളുടെ ചരിത്രവും ഉമർ തങ്ങളുടെ ചരിത്രമൊക്കെ. ഉമർ തങ്ങൾ എങ്ങനെയാണ് മുസ്ലിമാണത്. അദ്ദേഹം ത്വാഹസൂറത്ത് കേട്ടപ്പോ അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ നാടുകളിൽ തന്നെ നമുക്കൊക്കെ ഖുർആന്റെ അർത്ഥങ്ങളൊക്കെ അറിയാം. പക്ഷെ അർത്ഥങ്ങൾ അറിയാത്ത ആളുകൾ, ഒരുപാട് ആളുകള് ഖുർആൻ ഓതിയിട്ട് ഇങ്ങനെ കരയും, വെറുതെ ഇങ്ങനെ കരയും, ആത്മീയത കൊണ്ട്. അതെ, അതെന്താണ് ഈ ടെക്സ്റ്റൽ മാത്രമായിരുന്നു ഇങ്ങനെ സംഭവിക്കോ? ഇല്ല, ടെക്സ്റ്റലിനൊക്കെ അപ്പുറം അലിയാണ്. അതെ, അലിയുമ്പോ ഇപ്പൊ ഖുർആന് മാത്രല്ല, നമ്മളിപ്പോ ഖുർആനിലൊക്കെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. അത് അഹുൻ സ്വാലിഹ് എന്നുള്ള വേർഡ്. എന്താണ് ഈ അഹുൻ സ്വാലിഹ്? ഒരു സമൂഹം, ആ സമൂഹം ഏറ്റവും മോശമായ സമയത്തിലാണ് എന്ത് പ്രവാചകന്മാരെ അള്ളാഹ് അയക്കുക. ആ പ്രവാചകൻ ആരാണ്? ഈ സമൂഹത്തിൽ നിന്നുള്ള ഒരാൾ തന്നെയാണ്. അദ്ദേഹം സമൂഹമൊക്കെ അധാർമിക പ്രവർത്തനങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ ഈ മനുഷ്യൻ മാത്രം നന്മകൾ മാത്രം ചെയ്യുക, മൂല്യങ്ങളുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. അപ്പൊ സ്വാഭാവികം എന്ത് ചെയ്യും? ഈ ആളുകള് ഇദ്ദേഹത്തെ ശ്രദ്ധിക്കും. ഡിഫറെന്റ് ആയിട്ട് ഇയാൾ ചെയ്യാണ്, വ്യത്യസ്തമായിട്ട് മറ്റുള്ള ആളുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്. അപ്പോഴാണ് വലിയൊരു നന്മയെ തിരിച്ചറിയും. അതെ, അപ്പോ ഈ മനുഷ്യന്മാർ, സമൂഹം ഇദ്ദേഹത്തെ എക്സ്പീരിയൻസ് ചെയ്യാണ്. സമൂഹത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് അദ്ദേഹം എന്താണ് ബാക്കിയുള്ളവർ ഇസ്ലാമിലേക്ക് വരുന്നത്. അതെ, അതുപോലെ തന്നെ നമ്മളിപ്പോ ഖുർആന്റെ തിരിച്ചറിയുന്ന ഘടകങ്ങൾ പറഞ്ഞു. പക്ഷെ ഇത് നമ്മളെ ഇസ്ലാമിനെ എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാ ഘടകങ്ങളിലും പോയി കാണാൻ സാധിക്കും. അതായത് ഇപ്പോ ഉദാഹരണത്തിന് ഒരു ഫസ്റ്റ് സൈറ്റ്, ഒരൊറ്റ കാണല്, അതായത് ആദ്യമായിട്ടൊരു കാണല്, അതുപോലെ തന്നെ ഒരൊറ്റ തൊടല്, ഇങ്ങനത്തെ ഘടകങ്ങളൊക്കെ എന്താന്ന് വെച്ചാല് ഒരാളെ ലൈഫ് ചേഞ്ചിങ് ആയിരിക്കും. തൊടലെന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ആദ്യമായിട്ട് ഓർമ്മ വന്നത് നമ്മളെ ബിലാൽ തങ്ങളുടെ ചരിത്രമാണ്. ബിലാൽ തങ്ങളുടെ ചരിത്രം എന്താ വെച്ചാല് നല്ല രസമാണ് കേൾക്കാൻ. ഒരിക്കൽ ബിലാൽ തങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോ, ബിലാൽ തങ്ങൾ ആരാണ്? സമൂഹത്തില് ഏറ്റവും താഴ്ന്ന ഒരു മനുഷ്യനാണെന്ന് പോലും വില കൽപ്പിക്കാത്ത ഒരു ആ ഒരു സമയത്ത് ഈ സമൂഹത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന പ്രവാചകൻ കടന്നു വരിക, സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം കടന്നു വന്നിട്ട് ബിലാൽ തങ്ങളെ ചേർത്ത് പിടിക്കാണ്. ആ ഒരു ഹഗ്ഗിങ്ങിലൂടെ പ്രവാചകന്റെ മെസ്സേജ് കൺവേ ചെയ്യുന്നുണ്ട്. ബിലാലെ, നീയും ഒരു മനുഷ്യനാണ്. ബിലാൽ തങ്ങൾക്ക് മനസ്സിലാകാണ് ഞാനും ഒരു മനുഷ്യനാണ്. ബിലാൽ തങ്ങൾ പറയുന്നുണ്ട്, ഞാനൊരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നിയത് ആ ഒരു സമയത്താണ് ബിലാൽ തങ്ങൾ ഹഗ് മാത്രമാണ്, സംസാരിച്ചിട്ടൊന്നുമില്ല. ആ ഒരു ഹഗ്ഗിലൂടെ പ്രവാചകൻ അവിടെ മെസ്സേജ് കൺവേ ചെയ്യാണ്. ഞാൻ പറഞ്ഞ ചില പല ഘടകങ്ങളുണ്ടെന്ന്. അതുപോലെ തന്നെ ഫസ്റ്റ് സൈറ്റ് എന്ന് പറഞ്ഞല്ലോ. കാരണം എന്താ വെച്ചാല് ഞാൻ 5-6 കൊല്ലം മുമ്പാണ് ഉംറക്ക് പോയത്. പക്ഷെ നമുക്ക് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ബാഡ് ആയിട്ടുള്ള മൂഡുകളൊക്കെ ഉണ്ടാകുമ്പോൾ അന്നത്തെ ഓരോ മൊമെന്റ്സ് ആലോചിക്കുമ്പോൾ നമ്മുടെ മൂഡ് റീഫ്രഷ് ആവും. കാരണം എന്താ വെച്ചാല് അന്നത്തെ അത്രയും നമ്മൾ വളരെ എക്സൈറ്റ്മെന്റോട് കൂടിയാണ് ഉംറക്ക് പോണേ. 5-6 കൊല്ലം മുമ്പത്തെ സംഭവമാണ്. പക്ഷെ എന്നാലും നമ്മൾ നീണ്ട യാത്രയ്ക്ക് ശേഷം ജിദ്ദയിലെത്തുന്നു. ജിദ്ദയിൽ നിന്ന് പിന്നെയും നമ്മൾ മക്കയിലേക്ക് ബസ്സിൽ വരുന്നു. അവിടുന്ന് നമ്മൾ എന്നിട്ട് ലാസ്റ്റ് ഉമ്മനെ കൈ പിടിച്ച് നടക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഗേറ്റ് എത്തുന്ന വരെ നമ്മളിങ്ങനെ മനസ്സിൽ മൊത്തം നമ്മൾ ഇത്രയും കാലം യൂട്യൂബിലും മറ്റും കണ്ടിട്ടുള്ള ഫോട്ടോകളിൽ കണ്ടിട്ടുള്ള ആ ഒരു കഅബയുടെ ഒരു ചിത്രം നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ എങ്ങനെ ആയിരിക്കും, ഞാൻ കണ്ട പോലെയൊക്കെ തന്നെ ആണോ, ഭയങ്കര എക്സൈറ്റ്മെന്റ്, മൈൻഡ് മൊത്തം എക്സൈറ്റ്മെന്റ്. അങ്ങനെ 1-ാം ഗേറ്റിന്റെ അടുത്ത് നമ്മളിങ്ങനെ നോക്കിയിട്ട് നമ്മളെ മുമ്പിൽ കഅബനെ കാണുമ്പോൾ നമ്മൾ സ്റ്റക്കാണ്. ഒരു ഉള്ളിൽ കൂടി എന്തൊക്കെ ഒരു സന്തോഷവും ഇത്രയും കാലം പറയാൻ കഴിയില്ല,
എങ്ങനെ അവതരിപ്പിക്കാന്നാവില്ല. ആ, നമ്മൾ ഇത്രയും കാലം കാണാൻ കൊതിച്ച ഒരു സാധനത്തെ നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ, പക്ഷെ ആ ഒരു വാല്യൂയോട് കൂടി നമ്മൾ കാണുമ്പോഴാണ് അവിടെ നമുക്ക് ആ ഒരു ഇന്നർ പീസ് കിട്ടുന്നത്. അതിനുശേഷം ഒരു 5-6 ദിവസത്തിന് ശേഷം നമ്മൾ പിന്നെ നിങ്ങളുടെ യാത്രയ്ക്ക് ശേഷം മദീനയിൽ എത്തുകയാണ്. മദീനയിൽ നമ്മൾ റൂമിൽ എത്തിയതിനു ശേഷം യാത്രാക്ഷീണമൊന്നും ആരും മൂത്തും ഒന്നുമില്ല. എന്നിട്ട് എല്ലാവരും പെട്ടെന്ന് കുളിച്ച് മാറ്റുന്നു, ഒരുങ്ങുന്നു. എന്തിന്? പ്രവാചകനെ കാണാൻ. ആ, ആ ഒരു എന്റെ റസൂലിനെ കാണാൻ പോവാണ് ഞാൻ. ഇത്രയും ആ കാലം ഒരു സ്നേഹിച്ച ഒരു അതെ, പ്രവാചകനെ. നമ്മക്ക് വേണ്ടി ജീവിച്ച് നമ്മക്ക് വേണ്ടി അതെ ജീവിതകാലം മൊത്തം സമർപ്പിച്ച ആ ഒരു പ്രവാചകനെ കാണാൻ പോവാണ്. പക്ഷെ ആ ഒരു മീനിങ്ങിൽ നമ്മൾ ആ ഒരു ആക്ഷൻസിന് എടുക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു മാധുര്യം ലഭിക്കുന്നുണ്ട് ഉള്ളില്. എന്നിട്ട് ഇങ്ങനെ നടന്നു നീങ്ങിയിട്ട് നമ്മളിങ്ങനെ ഏന്തി നോക്കും പച്ചക്കുപ്പ എവിടാന്നുള്ളത്. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ പച്ചക്കുപ്പായിട്ട് കാണുമ്പോൾ അവിടെ സ്റ്റെക്കായി ഇങ്ങനെ നിൽക്കും. നമ്മൾ പല രംഗങ്ങൾ ഇങ്ങനെ ആലോചിച്ചു പോകണം. നമ്മളിപ്പോ നമ്മളെ നാട്ടിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ മഖബറകളിലൊക്കെ പോകൂലേ? അതെ, ഇവിടുത്തെ കോണ്ടെക്സ്റ്റ്. അതെ, മഖബറകളിലൊക്കെ പോകണ എന്തിനാണ്? ഒരു മനുഷ്യന് അദ്ദേഹത്തിന് ഒരുപാട് സങ്കടങ്ങൾ, ടെൻഷൻസ് ഒക്കെ വരുമ്പോ അതൊക്കെ റാഹത്താൻ വേണ്ടി ദ്വാരക്കാൻ പോവാണ്. അങ്ങനെ ആ മഖബറിന്റെ പരിസരത്ത് എത്തുമ്പോ തന്നെ അദ്ദേഹത്തിന് പകുതി പ്രശ്നങ്ങൾ തീരും. മഖബറയിലെത്തി മൈൻഡ് ഫുള്ള് കൈശീതായിരിക്കും. പോണ സമയത്ത് എന്താന്ന് പറയാൻ കഴിയൂല, അത്രയും പ്രശ്നങ്ങളും പ്രയാസങ്ങളുള്ള സമയക്കാരോ. മഖബറയിൽ പോയി വലിയനോട് സലാം പറഞ്ഞു, അവിടെ നിന്ന് ദ്വാ ചെയ്യൂ. എന്തിനാ പറയുക, നമ്മളിപ്പോ പാണക്കാട് മഖബറ മാത്രല്ല, പാണക്കാട് തങ്ങന്മാരെടുത്ത് ആ കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാല് ശരി. ഞാനൊക്കെ പോയാൽ വെച്ചാല് അതെ 3 ഭാഗത്തും ആൾക്കാരുണ്ട്. അതിന്റെ ഇടയിൽ ഇവിടെ കോള് വരികയാണ്. ഇവരൊക്കെ വരുന്നത് എന്താണ്? ഓരോ ടെൻഷനുമായിട്ടും ഓരോ പ്രശ്നങ്ങളുമായിട്ട് മാത്രമാണ് വരുന്നത്. എന്നിട്ട് അവിടെ വരികയാണ്. ആ കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് കയറുന്ന ഈ ടെൻഷൻസും ഈ പ്രഷറും ഒക്കെ ആയിട്ട് അതൊക്കെ ചുമന്നുകൊണ്ട് വരുന്നോല് ആ ഗേറ്റ് തിരിച്ചിറങ്ങുമ്പോ ഒക്കെ അവിടെ അയച്ചു വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. അതെ അതെ. നമുക്ക് അവിടുത്തെ കോണ്ടെക്സ്റ്റ് എങ്ങനെയാണ്? നമ്മള് പാണക്കാട് പോകുമ്പോ ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കറിയാം എന്താണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പോണേ നമുക്കറിയാം. ആ ഒരു മനുഷ്യന്റെ അടുത്ത് എത്തി കഴിഞ്ഞാല് നമ്മളെ ഭാരമൊക്കെ പോകും. ആ ഒരു വിശ്വാസമാണ്, ആ ഒരു വിശ്വാസം കൊണ്ട് മാത്രമാണ് നമ്മൾ പോണത്. അവിടെ എത്തുമ്പോഴത്തേനും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നീങ്ങാണ്. ആ മനുഷ്യന്റെ ആ ഒരൊറ്റ സ്പർശനം അല്ലെങ്കിൽ ഒരൊറ്റ വാക്ക് മതി. ആ ഒരു വാക്ക് കിട്ടിയാൽ മതി. ആ ഒരു വാക്കിന് വേണ്ടി മാത്രമാണ് ആയിരങ്ങൾ ആ വീട്ടിലേക്ക് പോകുന്നത്. നമ്മളിതുവരെ ഖുർആന്റെ കാര്യങ്ങൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞു. അതുപോലെ തന്നെ അള്ളാഹു ഖുർആനിൽ ഒരിടത്ത് പറയുന്നുണ്ട് യദുല്ലാഹി മഅൽ ജമാ. അവിടെ യദ് എന്നുള്ളത് കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അള്ളാഹിന്റെ സഹായം എന്നുള്ളതാണ്. യദുല്ലാഹി എന്നുള്ളത് അള്ളാഹിന്റെ സഹായം ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ അള്ളാഹു സഹായം എന്നുള്ളതിന് പല വാക്കുകളുണ്ട്. ആ വാക്കുകളൊന്നും ഉപയോഗിക്കാണ്ട് അള്ളാഹു ഉപയോഗിച്ചത് യദുല്ലാഹി എന്നാണ്. അതായത് അള്ളാഹുവിന്റെ കൈ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹ് നമ്മളടുത്ത് ആ ഒരു അർത്ഥത്തിൽ ആലോചിച്ച് നമ്മൾ അത് പാരായണം ചെയ്യുമ്പോൾ അള്ളാഹ് നമ്മളെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു തവക്കുൽ നമുക്ക് ലഭിക്കുകയാണ്. അള്ളാഹ് നമ്മളെ ഉണ്ടല്ലോ എന്നുള്ളത്. എന്താ പറയാ, ഒരു ക്ലോസ് ഫ്രണ്ട് അതുപോലെ അള്ളാഹു നമ്മളെ കൺവേ ചെയ്യാണ്. സഹായം ഉപയോഗിക്കുന്ന പോലെ അള്ളാഹു ഇതിലും ഈ ഒരു പ്രയോഗം ഉപയോഗിച്ചതിലൂടെ നമുക്കിങ്ങനെ അത് തിരിച്ചറിയുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് ലഭിക്കുന്നുള്ളതാണ്. അത് നിങ്ങൾ പറഞ്ഞ അതേ ഒരു കോണ്ടെക്സ്റ്റിലേ ഞാൻ ഒരിക്കല് ഇഷാ നിസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങണേ. നമ്മളെ പള്ളിയിൽ നിന്ന് ഇഷാ ജമാഅത്ത് കഴിഞ്ഞിട്ട് ഇറങ്ങാണ്. ആ സമയത്ത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും ആ പള്ളിയിൽ വരുന്നൊരു പ്രായമായ ഒരു മനുഷ്യന്. അതെന്നെ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, ഇന്ന് 2ാമത്തെ റക്അത്തിൽ ഏതാ സൂറത്തോ ചോദിച്ചു. നമുക്കറിയില്ല, നമ്മൾ വേറെ എന്തൊക്കെയോ ചിന്തകളിലാണ്, വേറെ എന്തൊക്കെയോ ഷോകളിലാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചപ്പോ പറഞ്ഞു എനിക്കറിയില്ല പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോടൊക്കെ പറഞ്ഞു നമുക്കൊന്നും അറിയില്ല, നമുക്ക് ചിന്തല്ല, അങ്ങനെ നിസ്കരിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ് എന്നാലേ എന്നെയാണ് അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞത്. അത് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇന്നെ പടച്ചോൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മുഖം ആ ഒരു സമയത്ത് അദ്ദേഹത്തെ കാണണം. ആ മുഖത്ത് എന്തൊരു സന്തോഷം അറിയും. എനിക്ക് കറക്റ്റ് ആയത്തും ഓർമ്മയില്ല, പക്ഷെ അതിൽ പറഞ്ഞ എന്താ വെച്ചാല് ഇൻസാൻ എന്നുള്ള വേർഡാണ് ഉപയോഗിച്ചത് അള്ളാഹു, മനുഷ്യൻ. അപ്പോ ആ ഒരു വേർഡ് ഞാനാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. നമ്മൾ മനസ്സിലാക്കിയില്ല. നമ്മളിപ്പോഴും പടച്ചോനോ അല്ലെങ്കിൽ മനസ്സിലായില്ലേ, ഞാൻ എന്റെ നാമം വിശുദ്ധ ഖുർആനില് പടച്ചോന്റെ കലാമിൽ ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ട് ഇന്ന പടച്ചോൻ പറഞ്ഞല്ലോ അയാൾ അങ്ങനെ മനസ്സിലാക്കിയോട് പറയണേ. അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. അതായത് എത്രത്തോളം മനസ്സിലാക്കുന്നോ അത്രത്തോളം അവന് മാധുര്യം ലഭിക്കുകയാണ് ഇസ്ലാമിന്റെ. ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുക കൺവേർട്ടഡ് മുസ്ലിംസിന്റെ ഓരോരോ ടോക്കുകളും ചരിത്രങ്ങളും ഒക്കെ ആണ്. കാരണം എന്താ വെച്ചാല് അവര് ഒരു ഇരുണ്ട യുഗത്തിൽ ഇങ്ങനെ ജീവിച്ചെടുത്തത് അവരുടെ ഓൾറെഡി ഉള്ള ലൈഫിനെയും പിന്നെ ഇസ്ലാമിനെയും മനസ്സിലാക്കുകയാണ്. ഒരു പരിപൂർണമായും ഇസ്ലാമിനെ മനസ്സിലാക്കിയതിനു ശേഷമാണ് അവർ ഇസ്ലാമിലേക്ക് വരുന്നത്.
അപ്പൊ ഒരു രണ്ട് ലോകവും തിരിച്ചറിഞ്ഞ ശേഷമാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. അപ്പൊ ഇവരുടെ ടോക്കുകളിലൊക്കെ നമുക്ക് മനസ്സിലാവും. ഞാൻ ഉദാഹരണത്തിന് നമ്മളെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ബോഡി മൊത്തം ടാറ്റു ഒക്കെ കുത്തിയിട്ടുള്ള ഒരാള് ഉംറക്ക് പോയ വീഡിയോസ് ഒക്കെ. ജോസഫ് ജോൺസൺ ആണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. അദ്ദേഹം ആ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ആദ്യ ജീവിതത്തിനെ കുറിച്ച് പറയുന്നത്, ഐ ഫെൽ ഇൻ ലവ് വിത്ത് വുമൺ. എനിക്ക് വേണ്ടതിനനുസരിച്ച് സ്ത്രീകളുണ്ട്, എനിക്ക് തോന്നുമ്പോൾ പബ്ബ് പോവാം, അങ്ങനത്തെ ഒരു ലൈഫാണ് എനിക്ക്. എല്ലാം ഉണ്ട്, മണി ഉണ്ട്, പവർ ഉണ്ട്, വുമൺ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇത് ലൈഫിലൊരു മീനിങ് ഇല്ല. അങ്ങനെ മൂപ്പര് മനസ്സിലാക്കിയതിനു ശേഷം മൂപ്പര് ലാസ്റ്റ് പറയുന്നുണ്ട്, ഐ ഫെൽ ഇൻ ലവ് വിത്ത് ഖുർആൻ, ഐ ഫെൽ ഇൻ ലവ് വിത്ത് ഇസ്ലാം. മൂപ്പര് ഇസ്ലാം മതത്തിനെ മനസ്സിലാക്കിയപ്പോൾ മൂപ്പര് അത്രയും ഒരു വികാരധീരനായിട്ടാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ഈ ദുനിയവിയായ എല്ലാവിധ സുഖങ്ങളും ഉണ്ടായിട്ടും അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അദ്ദേഹം യഥാർത്ഥ ടേസ്റ്റ് എന്നാ മൂപ്പര് മനസ്സിലാക്കി. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് നമ്മളൊക്കെ മുസ്ലിംസ് ആയിട്ട് ജനിച്ചു, പക്ഷെ നമുക്കൊന്നും ഇല്ലാത്തൊരു സംഗതി ഈ പുതുവിശ്വാസികളിലുണ്ട് ഒരുപാട്. ഞാൻ കുറെ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇപ്പോ നമുക്കറിയാം, നമ്മളെ ഒരു പൊളിറ്റീഷ്യൻസ് ജൊറാം വാൻ, അദ്ദേഹല്ലേ, അദ്ദേഹം ആരാന്ന് ചോദിച്ചാല്, അതെ കറക്റ്റ് ഓർമ്മല്ല. അദ്ദേഹം ഇസ്ലാമിനെതിരെ, വിശുദ്ധ ഖുർആനെതിരെ ഒരു ഗ്രന്ഥം എഴുതാൻ തുടങ്ങി. കാരണം എന്താ വെച്ചാല് അദ്ദേഹം ജനിച്ച് വളർന്നപ്പോ തന്നെ ഒരു ഇസ്ലാമോ ഫോബിക്കുള്ള, അല്ലെങ്കിൽ ആ ഒരു ചുറ്റുപാടൊക്കെ ഇസ്ലാം എന്തോ അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ വളർന്നു വന്ന അദ്ദേഹം ഖുർആനെ എതിർത്തുകൊണ്ട് ഒരു ഗ്രന്ഥം എഴുതാൻ തുടങ്ങി. അവസാനം ഇത് അന്വേഷിച്ച് ലാസ്റ്റ് അദ്ദേഹം ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി. അത് തുടങ്ങുന്നത് ഇസ്ലാമിനെതിരെ പറഞ്ഞുകൊണ്ട്, വിശുദ്ധ ഖുർആനെ എതിർത്തുകൊണ്ട് എഴുതാൻ തുടങ്ങിയ റൈറ്റിങ്സ് നേരെ എന്തായി ഉൾട്ടായിട്ട് മാറി. അതെ, നേരെ കൊണ്ടെത്തിച്ചത് ഇസ്ലാമില്. അദ്ദേഹം തന്നെ പറയണ്ടേ, അദ്ദേഹം ഖുർആൻ എന്താണ് മുസ്ലിം ആയതിനു ശേഷം ഒന്ന് ഉറങ്ങി എണീറ്റപ്പോ മഞ്ഞ് പോലെ ഉണ്ടായ എന്തൊക്കെ ഭാരങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ ക്രിസ്ത്യൻ ആയപ്പോ തന്നെ ക്രിസ്ത്യൻസിന്റെ ഇതിലൊക്കെ ഉള്ള വിശ്വാസങ്ങളിലൊക്കെ ഉള്ള സംശയങ്ങൾ ഉണ്ടായിന്, പക്ഷെ അദ്ദേഹം ഒക്കെ മാറിയിട്ട് മല പോലെ വന്നത് മഞ്ഞ് പോലെ പോയി അറിയില്ലേ, അതേപോലെ ഒരു റാഹത്ത്. അദ്ദേഹം സുജൂദൊക്കെ ചെയ്യുമ്പോ ഞാനൊന്നുമല്ല, മനുഷ്യൻ എന്നുള്ള സംഗതി ഒന്നുമല്ല എന്ന് മനുഷ്യനെ മനസ്സിലാക്കി തരുന്നത് യഥാർത്ഥ അർത്ഥതലങ്ങൾ ആലോചിക്കും. അപ്പോഴാണ് അവിടെ ഒരു ടേസ്റ്റ് കിട്ടുകയാണ്. അതുപോലെ തന്നെ നമ്മള് ചെറുപ്പത്തിലൊക്കെ അമ്മ വീട്ടിൽ CD ഇട്ട് വയൽ കേൾക്കുമല്ലോ. അന്ന് കേട്ടൊരു കഥ ഉണ്ട്, ഒരു വയൽ കേട്ടൊരു കഥ ഉണ്ട്. അതായത് ഈ ക്രിസ്ത്യൻസ് ഒക്കെ അത്ഭുതങ്ങൾ കാണാൻ ഭയങ്കര ഫാന്റസികളും അത്ഭുതങ്ങളൊക്കെ കാണാൻ വളരെ താല്പര്യപ്പെടുന്നവരായിരിക്കും. അപ്പോ ഒരു സ്ത്രീ ഒരു യുവതി ഇസ്ലാമിനെ പരിപൂർണമായി മനസ്സിലാക്കി, തിരിച്ചറിഞ്ഞു, യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കി. പക്ഷെ അവൾ ഒരു ഫൈനൽ എന്നുള്ള നിലക്ക് ഓള് പറഞ്ഞ്, ഞാൻ ഇപ്പൊ കണ്ണുകൂട്ടു, എന്തെങ്കിലും ഒരു അത്ഭുതം കണ്ടാൽ ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ അവള് കണ്ണുകൂട്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഒരു അത്ഭുതം മുമ്പ് കാണാൻ വേണ്ടി ഇസ്ലാമിലേക്ക് വരാൻ അവള് ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടുണ്ട്, മുസ്ലിം ആയിട്ടില്ല. ഇതൊരു ഫൈനൽ ഒരു ഇതാണ്. അപ്പോ ഈ കണ്ണുകൂട്ടിയ സമയത്ത് അവളൊന്നും കാണുന്നില്ല. പക്ഷെ ആ ഒരു മോമെന്റിൽ അവള് മനസ്സിലാക്കുകയാണ്, എന്റെ ബോഡി, ഈ ബോഡിയിലപ്പുറം എന്ത് അത്ഭുതമായി ലോകത്തുള്ളത്. ഓൾക്ക് അപ്പോഴാണ് അവൾക്ക് തിരിച്ചറിവ് വരുന്നത്. എന്നിട്ട് എന്റെ ബോഡി, ഇതിൽ എത്ര അത്ഭുതങ്ങളുണ്ട്, ഈ അത്ഭുതങ്ങൾ തന്നെ ധാരാളമല്ലേ. ആ ഒരു തിരിച്ചറിവിൽ നിന്ന് അവൾ ഇസ്ലാമിലേക്ക് വരികയാണ്. അത്രമാത്രം അത്ഭുതങ്ങളാണ് നമ്മുടെ ബോഡിയിലുള്ളത്. എന്നിട്ട് ഈ ഒരു തിരിച്ചറിവിൽ നിന്ന് അവർ ഇസ്ലാമിലേക്ക് വരികയാണ്. അപ്പൊ ഈ രണ്ടിനെയും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവര് പിന്നീടുള്ള ജീവിതത്തിലൊക്കെ ഇതിന്റെ അർത്ഥതലങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് മാത്രമാണ് അവർ ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെതായ ടേസ്റ്റും കിട്ടുന്നുണ്ട്. കാരണം അവരുടെ ഈമാൻ പിന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അത്രമാത്രം ശക്തമായ ഈമാനായിരിക്കും അവരുടെ ലൈഫിൽ ഉണ്ടാകുക. നമ്മൾ പിന്നെ ഇതൊക്കെ പറഞ്ഞെടുക്കുന്നത് വെച്ചാല് നമ്മൾ പരിപൂർണരാണ് എന്നുള്ള അർത്ഥത്തിലല്ല. അതായത് നമ്മളോട് കൂടിയുള്ള ഒരു നസീഹത്തുള്ള നിലക്ക് മാത്രമാണ്, അതായത് ഒരു സെൽഫ് നസീഹത്തുള്ള നിലക്കാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ചത്. സമയം കൂടുതലായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മളോടും സമുദായത്തോടുള്ള ഒരു ഉപദേശമായിട്ട് മാത്രമാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഉപദേശം എന്നല്ല, ഒരു സജഷൻ. അങ്ങനെയൊക്കെയാണ് ഇസ്ലാം എന്നുള്ളത്. നമ്മൾ ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാം എങ്ങനെയാണ്, ഖുർആനൊക്കെ ഓതുമ്പോഴൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പഠിക്കണം. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ ചിന്തിക്കുന്നവർക്ക് ഒരു മാധുര്യവും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺക്ലൂഷൻ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.